ഹായ്, നമ്മുടെ കേരളത്തിലൊരു സംരംഭം തുടങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ ദിനം പ്രതി നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പണി തീർത്ത ബിൽഡിങ്ങാണ് ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഈ കെട്ടിട നമ്പർ എടുക്കാനായിട്ട് നമ്മൾ തന്നെയാണ് പ്ലാനും പെർമിറ്റൊക്കെ വരച്ച് നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ നമുക്ക് നമ്പർ തരണമെങ്കിൽ നമ്മൾ സോളാർ നിർബന്ധമായി വെക്കണം. എന്തായാലും നമ്മൾ സോളാർ വെക്കാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് ഒരു മാസം തന്നെ കറണ്ട് ബില്ല് വരുന്നത് 35,000 തൊട്ട് 40,000 രൂപ നമുക്ക് കറണ്ട് ബില്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സോളാർ വെക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ സർക്കാരുകൾ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 80,000 തൊട്ട് ഒരു 85,000 ആ റേഞ്ചിലാണ് നമുക്ക് സബ്സിഡി നമുക്ക് സോളാർ വെക്കുമ്പോൾ നമുക്ക് KSEB നിന്ന് കിട്ടുന്നത്. അപ്പോൾ KSEBിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഈ സബ്സിഡി കിട്ടണമെങ്കിൽ കെട്ടിട നമ്പർ വേണം. അപ്പോൾ കെട്ടിട നമ്പർ കിട്ടണമെങ്കിൽ സോളാർ വെക്കണം. അപ്പോൾ നമ്മുടെ ഇതേപോലത്തെ പ്രശ്നങ്ങളാണ് ഒരു സംരംഭകൻ നമ്മുടെ കേരളത്തിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ അടുത്ത കാലത്തൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനിന്ന് വന്നത്.